കടുവാഭീതി വിട്ടൊഴിയാതെ വയനാട്. കേണിച്ചിറയിൽ ഇന്നലെ രാത്രി കടുവ 2 പശുക്കളെ കൂടി കൊന്നു. തോൽപ്പെട്ടി 17 എന്ന കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പശുവിന്റെ ജഡവുമായി പനമരം ബത്തേരി റോഡ് ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ് ഒരു കടുവ പശുവിനെ പിടിച്ചപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ സമാധാനപരമായി ഞങ്ങളെ പ്രശ്നം പരിഹരിച്ചതാണ്. കാരണം അതിനെ കുഴിച്ചു മുടുന്നതിനും കൂട് വെക്കുന്നതിനും തീരുമാനമെടുത്തുകൂടി അവസാനിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അതിനുശേഷം 3 പശുക്കളെ പിടിച്ചു. ഇത് മനുഷ്യന് നേരെ തിരിയില്ല എന്ന് യാതൊരു ഉറപ്പുമില്ലാത്തതുകൊണ്ട് അതിനെ മയക്കുവെടി വെച്ച് പിടിക്കാതെ ഈ സമരവുമായി ഈ റോഡിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല എന്നുള്ളതാണ്. വയനാട് കേണിച്ചിറയിൽ വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവയെ മയക്കുവെടി വെക്കാൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ ഉത്തരവിറങ്ങും. ചത്ത പശുക്കളുടെ ഉടമകൾക്ക് നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡുവായി 30,000 രൂപ നാളെ കൈമാറുമെന്നും വയനാട് DFO ഇൻചാർജ് P. രഞ്ജിത്ത് പറഞ്ഞു. രാത്രിയും ഇന്ന് പുലർച്ചെയായിട്ട് 3 പശുക്കളെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ കമ്മിറ്റി ചേരുന്നുണ്ട്. ടെക്നിക്കൽ കമ്മിറ്റിയുടെ അംഗങ്ങൾ പലരും ജില്ലയുടെ പല ഭാഗങ്ങളിലാണ്. അപ്പോൾ അടിയന്തരമായി തന്നെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചീഫ് എഡിറ്ററിന് കൊടുക്കുകയും മയക്കുവെടി വെച്ച് കടുവയെ പിടിക്കുന്നതിനുള്ള ഉത്തരവ് ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് സ്റ്റാഫിൻ്റെ കൂടുതലുള്ള പെട്രോളിംഗ് നടപടി ശക്തമാക്കി വരുന്നുണ്ട്. അവർക്ക് നഷ്ടപരിഹാരത്തിൻ്റെ ഭാഗമായിട്ട് സൗത്ത് വയനാട് FDAയിൽ നിന്നും അഡ്വാൻസ് തുക നൽകുന്നതിനുള്ള തീരുമാനമായിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം അതിൻ്റെ മുറയ്ക്ക് നടന്നു വരുന്നുണ്ട്. എന്തായാലും നമുക്ക് കടുവയെന്ന് മയക്കുവെടി വയ്ക്കാൻ പറ്റുന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങളും ജനങ്ങളും. കടുവയെ മയക്കുവെടി വെക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ 24നോട്. മയക്കുവെടി വെക്കുന്നതിന് മുന്നോടിയായുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നിർദ്ദേശം നൽകി. ഈ കടുവയെ കണ്ടെത്തുന്നതിനും പിടികൂടുന്നതിനുമായി കൂടുവെച്ച് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ ആവശ്യം മയക്കുവെടി വെച്ച് അതിനെ പിടികൂടണമെന്നാണ്. അത്യാവശ്യമാണെങ്കിൽ ആ നടപടി സ്വീകരിക്കുന്നതിന് വനംവകുപ്പിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ കാര്യം വിലയിരുത്താനും ഉറപ്പുവരുത്താനും മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർമാരുൾപ്പെടെയുള്ള ഒരു ടീമിനെയും സുരക്ഷാ പ്രവർത്തനങ്ങൾ ശക്തിയായി നടത്തുന്നതിനുള്ള ഒരു സ്പെഷ്യൽ ടീമിനെയും ആ പ്രദേശത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഉത്തരവ് നൽകുന്നതിന് വിരോധമില്ല എന്ന് ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ഓഫീസർ അവിടുത്തെ DFOനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയതിനു ശേഷം അത് റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് അടിയന്തരമായി തന്നെ അത് നൽകും. അപ്പോൾ നമ്മൾ ഒരു ഉറപ്പ് വരുത്തണം. ഇത് മയക്കുവെടി വെച്ച് പിടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ആ കടുവയുടെ ആരോഗ്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് ഡോക്ടർമാർ ഉറപ്പുവരുത്തിയാൽ നമുക്കത് ചെയ്യാനുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും വയനാട് സൗത്തിൽ മേൽനോട്ട ചുമതലയ്ക്ക് ഉദ്യോഗസ്ഥരില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. കടുവയെ പിടികൂടുന്നതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സർവകക്ഷി നേതാക്കളുമായി ചർച്ച തുടങ്ങി. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വലിയ പ്രതിഷേധമായിരുന്നല്ലോ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് ഫലം കണ്ടുവെന്ന് പറയാമോ? തീർച്ചയായും വേണു, നിലവിൽ പ്രതിഷേധത്തിന് ഒരു അയവ് വന്നിരിക്കുന്നു. ഇപ്പോൾ വാഹനങ്ങളെല്ലാം തന്നെ ഉപരോധം അവസാനിപ്പിച്ച് വാഹനങ്ങളെല്ലാം തന്നെ സുഗമമായ രീതിയിൽ തന്നെ പോകുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചില തീരുമാനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു സർവകക്ഷി യോഗം. ജനപ്രതിനിധികളും സർവകക്ഷി നേതാക്കളും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഈ യോഗം പഞ്ചായത്തിൽ ചേർന്നു. ആ പഞ്ചായത്തിൽ ചേർന്ന് അതിൻ്റെ തീരുമാനം പുറത്തു വന്നിട്ടുണ്ട്. ഈ കടുവ കൊന്ന 4 പശുക്കളുടെ നഷ്ടപരിഹാരമായി 30,000 രൂപ അഡ്വാൻസ് തുകയായി നൽകാനുള്ള തീരുമാനം എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബാക്കി തുക പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലോചിച്ച് പശുക്കളുടെ കറവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കെടുത്തുകൊണ്ട് കൂടുതൽ തുക നൽകുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് 2 മണിയോടുകൂടി പുറത്തിറങ്ങും എന്നുള്ള തരത്തിലുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ 2 മണിയോടുകൂടി ഉത്തരവ് ഇറങ്ങിയില്ലെങ്കിൽ സ്വാഭാവികമായും വീണ്ടും വലിയ പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് സർവകക്ഷി യോഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ RRT സംഘം കേണിച്ചിറയിലേക്ക് തിരിച്ചിട്ടുണ്ട്. RRT സംഘം ഇവിടേക്ക് എത്തിയ ശേഷം ഈ കടുവയെ ട്രാക്ക് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. കൂടുതൽ കൂടുകൾ സ്ഥാപിക്കാനുള്ള തീരുമാനത്തിലേക്കും എത്തിയിട്ടുണ്ട്. അതേസമയം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മേൽനോട്ടത്തിന് ഉദ്യോഗസ്ഥരില്ല എന്നുള്ളത് തന്നെയാണ്. DFO ഷജ്ന കരീം നേരത്തെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നേരിട്ട് ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകി.